ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇറാനി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇറാനി പോള എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ സെയിം അളവിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാലും 2 മുട്ടയും അളവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ഒഴിക്കാം. ഞാൻ ഓയിൽ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാല ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് വിട്ടുപോയി. അപ്പോൾ ഉള്ളി വാട്ടിയതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് ഒരു മസാലയാണ്, നമ്മൾ സമൂസയിൽ ഉണ്ടാക്കുന്ന മസാലയാണ്, സെയിം മസാല. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ അടിച്ച് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മൈദയുടെ ബാറ്റർ പകുതിയാണ് അതിലൊഴിച്ച് കൊടുക്കുന്നത്. ബാക്കി പകുതി നമ്മൾ മസാല ഇട്ടതിന് മുകളിലത്തെ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഒഴിച്ചതിന് ശേഷം 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് മസാലയുടെ ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നടുവിലായിട്ട് ഇട്ട് കൊടുക്കണം. സൈഡിലേക്കാവുമ്പോൾ നമ്മൾ അടുത്ത ലെയർ ഒഴിക്കുമ്പോൾ അത് കവറായി കിട്ടില്ല. അപ്പോൾ ഇതാ ഏകദേശം സെൻറ്ററിൽ വരുന്ന രീതിക്കൊന്ന് എല്ലാ ഭാഗത്തും ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ബാക്കിയുള്ള മാവ് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഒഴിക്കുമ്പോൾ സൈഡിലൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലായി കിട്ടും. ഞാൻ സെൻറ്ററിൽ അങ്ങനെ ഒഴിച്ചതുകൊണ്ട് കുറച്ച് സൈഡൊന്ന് കവറാവാനുണ്ട്. പിന്നെ ഞാൻ മുകളിൽ കുറച്ചും കൂടെ മസാല ബാക്കി ഉണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി വേണമെങ്കിൽ നമുക്ക് അലങ്കാരത്തിന് വേണ്ടി തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ക്യാപ്സിക്കോ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് വെച്ചാൽ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും ഇതിന് മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മുളക് മുറിച്ചതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 1/2 മണിക്കൂർ കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഒരു ഫോക്ക് വെച്ച് കുത്തിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേവ് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 5-10 മിനിറ്റ് വേവിച്ചാൽ മുകൾ ഭാഗം കുക്കായി കിട്ടും. എനിക്കിപ്പോൾ ഇങ്ങനെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും.